ദേശാഭിമാനി മുഖപ്രസംഗം 2024 മാർച്ച് 29. അറുതിയില്ലാത്ത ക്രൈസ്തവ വേട്ട. ഉയിർപ്പിൻ്റെ തിരുനാൾ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർക്ക് പുണ്യദിനമാണ്. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ 3-ാം നാളിലെ ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ ഓർമ്മനാൾ, പ്രതീക്ഷയുടെ പുലരി ആഘോഷിക്കുന്ന ഈസ്റ്റർ ദിനം. എന്നാൽ 10 മാസമായി തുടരുന്ന ക്രിസ്ത്യൻ വംശഹത്യയിൽ ആകമാനം പിഞ്ഞിപ്പോയ മണിപ്പൂരിൽ നിന്നുള്ള വാർത്തകൾ ക്രിസ്തുമത വിശ്വാസികളെ മാത്രമല്ല എല്ലാ മതനിരപേക്ഷവാദികളിലും ഞെട്ടലും രോഷവും ഉളവാക്കുന്നതാണ്. ഈസ്റ്റർ ദിനത്തിലെ ഔദ്യോഗിക അവധി പിൻവലിച്ചു എന്നതായിരുന്നു കുറച്ചുകാലമായി സദ്വാർത്തകളൊന്നും പിറക്കാത്ത ആ വടക്ക് കിഴക്കൻ സംസ്ഥാനത്തു നിന്നുള്ള രോഷജനകമായ ആദ്യ വാർത്ത. കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് ആ ഉത്തരവ് സർക്കാരിന് റദ്ദാക്കേണ്ടി വന്നു. ഈസ്റ്റർ ദിനം പ്രവൃത്തി ദിനമായിരിക്കുമെന്നായിരുന്നു മണിപ്പൂർ സർക്കാരിൻ്റെ പൊതുഭരണ വിഭാഗം മാർച്ച് 27 പുറത്തിറക്കിയ ഉത്തരവിൽ. സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ദിനമെന്ന ന്യായം പറഞ്ഞാണ് ചരിത്രത്തിലാദ്യമായുള്ള ഈ ഉത്തരവ്. ഇത് പ്രകാരം മാർച്ച് 30 ശനിയും 31 ഞായറും പ്രവൃത്തി ദിനങ്ങളാക്കി. സർക്കാർ ഓഫീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, സർക്കാരിന് കീഴിലുള്ള സൊസൈറ്റികൾ തുടങ്ങിയവയ്ക്കെല്ലാം ഉത്തരവ് ബാധകവുമാക്കിയിരുന്നു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ മണിപ്പൂരിലെ വിശ്വാസികൾ ഓഫീസുകളിൽ എത്തേണ്ടി വരുമായിരുന്നു. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും മുൾക്കിരീടമണിഞ്ഞ് ചോരയിറ്റുന്ന മുഖമാണ് കുറേ കാലമായി മണിപ്പൂരിന്. നിരന്തരം ആക്രമിക്കപ്പെടുന്ന ക്രിസ്തുമത വിശ്വാസികളുടെ മുറിവിൽ ഉപ്പുപുരട്ടുന്ന ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി സംസ്ഥാനത്തെ കുക്കി സംഘടനകൾ രംഗത്തുവന്നു. എന്നാൽ ഇവയൊന്നും ബിരേൻ സിംഗ് സർക്കാർ ആദ്യം കണ്ട ഭാവം നടിച്ചില്ല. രാജ്യവ്യാപകമായി അതിശക്തമായ പ്രതിഷേധം ഉയർന്നതോടെ ആ ഉത്തരവ് റദ്ദാക്കി. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറവും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. കുക്കി, മെയ്തി ഗോത്ര വിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന ബിരേൻ സിംഗ് നയിക്കുന്ന BJP സർക്കാരിൽ നിന്നും വംശഹത്യയെ ന്യായീകരിക്കുന്ന കേന്ദ്ര സർക്കാരിൽ നിന്നും നന്മ പ്രതീക്ഷിക്കുക വയ്യ. 2023 മെയ് 3 കലാപം തുടങ്ങി 78 ദിവസം വേണ്ടി വന്നു പ്രധാനമന്ത്രിക്ക് മൗനം ഭഞ്ജിക്കാൻ. കലാപത്തെ അപലപിച്ച് നരേന്ദ്രമോദി 2023 ജൂലൈ 20 പ്രതികരിച്ചു. വെറും 36 സെക്കൻഡ് നീണ്ടുനിന്ന അതീവ ഹ്രസ്വമായ പ്രതികരണം. 2002 ഗുജറാത്തിൽ മാസങ്ങൾ നീണ്ടുനിന്ന 3000-ലധികം മുസ്ലിങ്ങളെ കൊലപ്പെടുത്തിയ വംശഹത്യയ്ക്ക് കൂട്ടുനിന്നയാളാണ് അന്ന് മുഖ്യമന്ത്രി പദത്തിലുണ്ടായിരുന്ന മോദി. മണിപ്പൂരിൻ്റെ മുറിവിൽ ആശ്വാസത്തിൻ്റെ ലേപനം പുരട്ടാൻ ആ മോദി തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കാൻ പോലുമാകില്ല. മണിപ്പൂർ ഒരു ആകസ്മിക സംഭവമല്ല. ഈസ്റ്റർ അവധി റദ്ദാക്കാനുള്ള ശ്രമം ക്രിസ്ത്യൻ വേട്ടയിലെ അവസാനത്തെ അധ്യായം ആകുകയുമില്ല. ഇത് RSSൻ്റെ ദീർഘകാല അജണ്ടയിലെ ഉപാഖ്യാനം മാത്രം. ഇന്ത്യയെ മതനിരപേക്ഷ രാഷ്ട്രമായി കാണാൻ ആഗ്രഹിക്കാത്ത ശക്തികളാണിന്ന് രാജ്യം ഭരിക്കുന്നത്. അവർക്ക് കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ. MS ഗോൾവാൾക്കർ എന്ന മുൻ സർസംഘചാലക് വിചാരധാരയിൽ എഴുതിയത് അങ്ങനെയാണ്. നാസി ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്തതു തന്നെ ഇന്ത്യയിൽ ആവർത്തിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഗുജറാത്തും മണിപ്പൂരുമൊക്കെ ആ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രം. നാസി ജർമ്മനിയിലേതുപോലുള്ള വംശീയ ഉന്മൂലനമാണ് ഇന്ത്യയിലും അവർ സ്വപ്നം കാണുന്നത്. ക്രിസ്തുമത വിശ്വാസികൾക്കെതിരെയുള്ള സംഘപരിവാർ അതിക്രമങ്ങൾ മണിപ്പൂരിൽ തുടങ്ങിയതല്ല, മണിപ്പൂരിൽ അവസാനിക്കുകയുമില്ല. സംഘപരിവാർ ഇത്രയും അതിക്രമങ്ങൾ കാണിച്ചിട്ടും അവർ നിഷ്കളങ്കരാണെന്ന് വിശ്വസിച്ചു പോയ ചിലർ കേരളത്തിലുണ്ടെന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം. ഒഡീഷയിലെ കന്ധമാലിൽ വ്യാപക ക്രിസ്ത്യൻ വേട്ടയുണ്ടായി. രാജ്യമൊട്ടുക്ക് പുരോഹിതന്മാർക്കും കന്യാസ്ത്രീകൾക്കും പള്ളികൾക്കും മഠങ്ങൾക്കുമെതിരെ അക്രമം തുടരുന്നു. ഗ്രഹാം സ്റ്റെയിൻസ് എന്ന ജീവകാരുണ്യ പ്രവർത്തകനെയും ബാല്യം വിടാത്ത 2 മക്കളെയും ചുട്ടുകൊന്നു. ഇത്തരം അതിക്രമങ്ങൾ അടങ്ങുന്ന സമീപ ഭൂതകാല സംഭവങ്ങൾ രാജ്യത്ത് മതനിരപേക്ഷ രാഷ്ട്രീയം ശക്തമാകേണ്ട അനിവാര്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വേട്ടക്കാർക്കുള്ള ചുട്ട മറുപടിയാകണം ഈ തെരഞ്ഞെടുപ്പ്. അതിലേക്കായിരിക്കണം വിശ്വാസികളും അവിശ്വാസികളും അടക്കമുള്ള മതനിരപേക്ഷ സമൂഹം ഉയർത്തെഴുന്നേൽക്കേണ്ടത്.